ഈ ലോകത്തുള്ള 199% പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഒന്ന് പുറത്തിറങ്ങിയാലോ വണ്ടിയുടെ പുകയും അറ്റ്മോസ്ഫിയറിലുള്ള പൊടിയും, അതുപോലെ തന്നെ വീട്ടിൽ വന്ന് ഹെയർ വാഷ് ചെയ്താലോ ഫ്രഷ് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പറയേ വേണ്ട, ഹെയർ പകുതി മുക്കാലും ചത്തിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഹെയർ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ ഡെയിലി പോയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഹെയർ ആണെങ്കിൽ ഭയങ്കര ഫിസി ആയിട്ട് ഹെയർ ശ്രദ്ധിക്കാനേ സമയം കിട്ടാറില്ല. ഹെയർ ഫോൾ ആണെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ അവസ്ഥ ദേ ഇങ്ങനെയാ. അപ്പം നിങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിനെല്ലാം ഒരു വഴിയുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറെ പേര് കമന്റ്സിലാണെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹെയറിന് എന്താ ചെയ്യുന്നത്. ലോങ് ഹെയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ ആ സീക്രട്ട് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാണ് അതിന്റെ സീക്രട്ട്. ഇതാണ് കാസ്റ്റർ ഓയിൽ. ഇതൊരു ആയുർവേദിക് ആദിവാസി ഓയിലാണ്. ഇത് ഞാൻ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരു ബോട്ടിൽ യൂസ് ചെയ്തതിന് ശേഷം ഇത് സെക്കൻഡ് ബോട്ടിലാണ്. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലുള്ളത് തെളിവിൻ നാട്ടിലാണ് ഇപ്പൊ മറ്റേ ബോട്ടിലുള്ളത്. ഇതിപ്പോ ഞാൻ കുറച്ചായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്തത്. അപ്പൊ ഞാൻ റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചു. ആദിവാസി ഓയിലാണ്. ആദിവാസീസ് ആണ് ഈ ഓയിൽ മെയ്ഡ് ചെയ്യുന്നത്. ഈ ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേയും അതിന് ശേഷമുള്ള കുറച്ച് പിക്ചേഴ്സ് ഞാനിതിൽ കൊടുക്കാട്ടോ. ഇത് കാസ്റ്റർ ഓയിലാണ്. 100% ആയുർവേദിക് പ്യുവർ ആയുർവേദിക് ഓയിലാണിത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കാം. ഇത് ആയുർവേദിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. കാരണം ഇതുകൊണ്ട് നമുക്കൊരു സൈഡ് എഫക്ട്സ് നമ്മുടെ ഹെയറിന് നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് തന്നത്. ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഇതാട്ടോ. ഇത് പ്യുവർ ആയിട്ടുള്ള ആയുർവേദിക് കാസ്റ്റർ ഓയിലാണ്. ഇത് ആദിവാസികളാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി മണമാണ് ഇതിന്. ചില ഓയിലൊക്കെ നമുക്ക് മണക്കുമ്പോൾ തന്നെ എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും, പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ആദ്യം കയ്യിലെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. എല്ലാവരുടെയും മൈൻഡിലുള്ളതാണ് ഹെയർ അതിൻ്റെ ടിപ്പിൽ നിന്നാണ് ഗ്രോ ചെയ്യുന്നതെന്ന് കുറേ പേർക്കുള്ള ഡൗട്ടാണ് കേട്ടോ. ഹെയർ വളരുന്നത് തലയോട്ടിയിൽ നിന്നാണ് കേട്ടോ. ഇപ്പം എല്ലാവരും തന്നെ പൊങ്കാലിടാൻ വരും, പക്ഷേ അങ്ങനെ അതറിയാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല പോലെ മസാജ് ചെയ്യുക. അത് ഹെയറിൻ്റെ ടിപ്പിലൊക്കെ നമ്മളാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫിസി ഹെയറാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടും ഹെയർ നല്ല സൂപ്പർബായിട്ടും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹെയറിൻ്റെ ടിപ്പും അതിൻ്റെ നീളത്തിലൊക്കെ തേക്കുന്നത്. ഇതെല്ലാം ഈ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള പിക്ചേഴ്സാണ് കേട്ടോ. ഞാൻ കുറച്ചധികമായി ഈ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ആ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ളതാണ്. നല്ല പോലെ ലെങ്ത് വയ്ക്കാൻ സഹായിക്കും. നല്ല തിക്ക് ആൻഡ് ലോങ് ആയിട്ടുള്ള ഹെയറിന് ഈ ഓയിൽ അടിപൊളിയാണ് കേട്ടോ. ഈ ഓയിൽ നമ്മൾ തലയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് ഒരു 10-15 മിനിറ്റോളം മസാജ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു 1 hour മുന്നേ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഒരു 1 hour എങ്കിലും നമ്മൾ ഇതൊന്ന് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇറങ്ങി പിടിച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കണം. റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കാണാൻ പറ്റും. അതുപോലെ ഇത് തലേദിവസം രാത്രിയിൽ സ്കാൽപ്പിൽ തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകി കളയുന്നതും നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് കോക്കനട്ട് മിൽക്ക് ഉണ്ട്, ബ്രിംഗ്രാജ് ലീവ്സ് ഉണ്ട്, കസ്തൂരി ലീവ്സ് ഉണ്ട്, അലോവേറ ജെല്ലുണ്ട്, നീം ലീവ്സ്, ബ്രഹ്മി ലീവ്സ്, ഹിബിസ്കസ് ലീവ്സ്, തുളസി ലീവ്സ്, ഹെന്ന ലീവ്സ്, പെപ്പർമിൻറ്റ്, ഫെൻക്യൂസി, ഫെനുഗ്രീക്ക് ഉണ്ട്, ജതമൻസി ഉണ്ട്, ബ്ലാക്ക് സീഡ് ഓയിൽ, അതുപോലെ ഷാലറ്റ്, അതായത് നമ്മുടെ കൊച്ചുള്ളി. 1, 2, 3 ഒന്നും അല്ല, 14 ഇൻഗ്രീഡിയൻസ് അടങ്ങുന്ന ഓയിലാണ് നമ്മുടെ പെൺകുട്ടികളുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ട് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹെയർ. അപ്പോൾ അതിന് നമ്മൾ നമ്പർ 1 ആയിട്ടുള്ള കാര്യം വേണ്ടേ ചെയ്തു കൊടുക്കാനായിട്ട്. ഞാൻ എന്തായാലും 100% ട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓയിലാണ്. ഇതൊരു ആദിവാസി ഹെയർ ഓയിലാണ്. നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും.